ഇപ്പോൾ ഏത് കൊച്ചു കുട്ടിയോട് പറഞ്ഞാലും അവർക്ക് വളരെയധികം പരിചിതമായൊരു പേരാണ് ഹോർമൂസ് കടലെടുക്ക്. ഇറാൻ യുദ്ധം ശക്തമായതോടെ ലോകശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയുന്നത് ഹോർമൂസ് കടലെടുക്കിലാണ്. ഗൾഫ് മേഖലയെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനും ഒമാനും ഇടയിലുള്ള ചെറിയ കടലെടുക്കാണ് ഹോർമൂസ്. ഇതിലൂടെ ലോകത്തെ മൊത്തം ഇന്ധന കൈമാറ്റത്തിൽ 5-1 നടക്കുന്നത്. നയതന്ത്ര പ്രാധാന്യത്തിനു പുറമെ വിശേഷമായ ചില പ്രത്യേകതകൾ ഹോർമൂസിനുണ്ട്. മഴവിൽ ദ്വീപ് എന്നാണ് ഹോർമൂസ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പല നിറത്തിലെ മണ്ണാണ് മഴവിൽ ദ്വീപ് എന്ന പേര് ലഭിക്കാൻ കാരണം. കുങ്കുമ നിറം, ചുവപ്പ്, മഞ്ഞ, പച്ച തുടങ്ങിയ നിറത്തിലെ മണ്ണുകളാണ് ഹോർമൂസിലുള്ളത്. ഇതിൽ ഗലക് എന്നറിയപ്പെടുന്ന ചുവന്ന മണ്ണ് ഭക്ഷിക്കാൻ യോഗ്യതയുള്ളതാണ്. പൊടി രൂപത്തിലല്ല, മറിച്ച് ഭക്ഷണങ്ങളിൽ സുഗന്ധദ്രവ്യമായിട്ടാണ് ഈ മണ്ണ് ഉപയോഗിക്കുന്നത് അത്രേ. സൂരഗ് എന്നറിയപ്പെടുന്ന ഫിഷ് സോസ് തയ്യാറാക്കാനാണ് ഈ മണ്ണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സോസിന് നല്ല ചുവപ്പ് നിറം നൽകുന്നതിനൊപ്പം മികച്ച സുഗന്ധമുണ്ടാകുന്നതിനും മണ്ണ് സഹായിക്കുന്നു. മാത്രമല്ല, മികച്ചൊരു അണുനാശിനി കൂടിയാണ് ഗലക്. കനത്ത ചൂടിൽ ഭക്ഷണം പെട്ടെന്ന് കേടാകുന്നത് ഇത് തടയുന്നു. മണ്ണിൽ ധാരാളമായി ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ ആരോഗ്യത്തിനും മികച്ചതാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതേസമയം യുദ്ധം രൂക്ഷമാകവേ ഹോർമൂസ് കടലെടുക്ക് അടച്ചിടുന്നത് തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജലപാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് തീയിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.